വേദഭാഗം തന്നെ എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കണേ, നമുക്കറിയാവുന്ന കാര്യം തന്നെ ഞാൻ പകലൊന്ന് ആവർത്തിച്ച് പറയാനിടയായി. അത് ഈ രാത്രിയിൽ ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം ബലഹീനനല്ല, അവൻ ബലവാനായ ദൈവമാണ്. 2, നമുക്കത്ര യോഗ്യതയില്ല. നമുക്കാർക്കും എന്തില്ല, യോഗ്യനല്ല. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവുമായി കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നേ നമ്മുടെ കൂടുള്ളവരുമായിട്ട്. എന്നാൽ യോഹന്നാൻ്റെ സ്കെയില് യേശുവുമായിട്ടാണ്. അവൻ സ്കെയില് പിടിച്ചത് കർത്താവുമായിട്ട്. അപ്പോൾ അവൻ പറയാം, ഞാൻ എന്തല്ല, യോഗ്യനല്ല. അടുത്തത്, പരിശുദ്ധാത്മാവിൽ അവൻ നിങ്ങളെ എന്തു ചെയ്യും, സ്നാനം കഴിപ്പിക്കും. കർത്താവ് നടത്തുന്നത് പോലെ മുന്നോട്ട് പോകാം. ഇനി ഞാൻ ഈ പ്രസംഗം തീർത്തില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടി ശക്തമായി കർത്താവ് നിങ്ങളോട് എന്തു ചെയ്യും, സംസാരിക്കും. പ്രാരംഭത്തിൽ തന്നെ നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകാം. അല്ലെ പിന്നെ അങ്ങ് വിട്ടുപോകും. അല്ലെ പിന്നെ എന്തു ചെയ്യും, അങ്ങ് വിട്ടുപോകും. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഓർക്കുന്ന ഒരു വാക്ക് എന്തു ചെയ്തില്ല, നന്ദി പറഞ്ഞില്ലല്ലോ. എനിക്കങ്ങ് ഇച്ചിരി മറവി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പം ഇങ്ങനെ ഏഴയായ എനിക്ക് ഒരവസരം ഈ പുൾപിറ്റിൽ ഒരുക്കി തന്ന കർത്തൃദാസനോട്, കുടുംബത്തോട്, ദൈവസഭയോട്, മറ്റെല്ലാ ദൈവദാസന്മാരോടും, പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ നിന്ന് ആ ബസ് ഡ്രൈവർ വിളിച്ചു. മോക്ക് കാല് തറയിൽ എന്ത് ചെയ്യാക്കുന്നില്ല, കുത്താൻ പറ്റുന്നില്ല, പാസ്റ്റർ ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥലത്തില്ല. സാർ ഒരു കാര്യം ചെയ്യുക, വെയിറ്റിംഗ് ഷെഡ് വരെ കൊണ്ടുപോവാ, ഞാൻ വൈഫിനോട് പറയാം, അവിടെ നിന്ന് എന്തു ചെയ്യുക, വിളിച്ചുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. 11 മണിക്ക് വീണ കുഞ്ഞാണ്. 4 മണിയായപ്പോൾ ഒരു കാലും എന്തു ചെയ്യാൻ വയ്യ. അപ്പം ഞാൻ പകൽ പ്രസംഗിച്ചത് എന്തുവാ? ഇനി നിങ്ങൾ പോരാട്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും അതിനെ എന്തു ചെയ്തില്ല. കാരണം 1-ാം പ്രതി കർത്താവാണ്. ചെയ്തത് ഞാനാണല്ലോ, എന്നെ പ്രേരിപ്പിച്ചതാരാ? ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ നാമത്തിലല്ല, ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിലാണ്. എൻ്റെ പേരെടുത്ത് ചെയ്താലേ എനിക്ക് വിഷയമുള്ളൂ. എൻ്റെ കാഴ്ചപ്പാടാന്നേ ഇത്. രഞ്ജിത്ത് പാസ്റ്റർക്ക് നാളെ തിരുത്താം, കാരണം അദ്ദേഹമായി ചർച്ചിൻ്റെ പാസ്റ്റർ. എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയും 1-ാം പ്രതി ആരാ? നമ്മുടെ കർത്താവാ. ഇവിടെ ഉയർത്തുന്നതെല്ലാം ആരുടെ നാമമാണ്? പിശാച് ദൈവത്തെ തൊട്ടിട്ട് എന്ത് ചെയ്താൽ മതി, അതിൽ റൂട്ട്. മിണ്ടുന്നില്ലാരും. ഇത് വേറെ ഏതോ പഠിപ്പീരാന്നൊക്കെയാ. അല്ല, എൻ്റെ നാമത്തിൽ പറയുമ്പോഴാണ് വിഷയ. ഇന്ന് രാത്രി ഈ വാര്യാപുരം എന്നൊരു പേര് ചേർക്കുന്നത് തന്നെ ക്രെഡിറ്റ് ആയിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. വാര്യാപുരത്ത് ഇതുപോലെ സൂപ്പർ മാർക്കറ്റ് പോലും ഇല്ല. ഞാനിതിവിടെ വട്ടം കറങ്ങി ഒന്ന് നോക്കി, ഇവിടുത്തെ അത്രയും പോലും എന്തല്ല, ഡെവലപ്പല്ല. പക്ഷേ അവിടെ ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ മാതാവ് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ആ ദൈവ മനുഷ്യൻ്റെ വിശേഷത എന്താണെന്നറിയാമോ? താൻ ജീവിച്ചിരിക്കുമ്പോൾ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കുരിയാലെ ഉറക്കത്തില്ലായിരുന്നു. മനസ്സിലാകുന്നോ? 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സാധനത്തെ കൊണ്ടിരുത്തിയാൽ ഇരിക്കത്തില്ല. ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് ശക്തി നിറഞ്ഞെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു കൊണിശമയാകുന്നുള്ളൂ. ഒരു അഭിഷക്തൻ തൻ്റെ വീടിനകത്ത് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാഞ്ഞ് കപ്പക്കാലായി പോയിരുന്ന മണിക്കൂറുകൾ പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്തൊരു ശക്തി കുറയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന്. ഇന്ന് നമുക്ക് വീടുണ്ട്, സൗകര്യമുണ്ട്, സാഹചര്യമുണ്ട്. ഹരമ സന്ദര ധനാദിയ
ലൈഫ് ബ്ലെസ്സിങ് ചർച്ചിനെ കുറിച്ച് കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നേ. ഇതിനകത്തുള്ള ദൈവമക്കൾ അങ്ങനൊരു മണ്ഡലത്തിലോട്ട്, ഓ റമാന സന്തരാധനാദിയ, നിങ്ങൾ ദേശത്ത് നടക്കുമ്പോൾ, നെടുകൈ കുറുകൈ നടക്കുമ്പോൾ, രമാ ശന്തരാധന, കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോന്നാ അല്ലേ? അയ്യോ, നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നോന്നാ. പക്ഷെ എബിപ്പാസ സാക്ഷി എന്താണെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച മൊത്തം അവൻ എന്നെ എന്ത് ചെയ്യായിരുന്നു? ദണ്ഡിപ്പിക്കുമായിരുന്നു. ഭയങ്കര ശോധനയും ഭയങ്കര വിഷയവുമായിരുന്നു. അപ്പോൾ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? പിശാച് ചോദിക്കുക, സമയത്തിന് മുമ്പ് നീ എന്നോട് പോരാടാൻ എന്ത് ചെയ്തോ? നീ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ വന്നോ? കാരണം അവനറിയാം കർത്താവ് കാല് കുത്തിയപ്പോൾ ഇനി പരിപാടി ഒന്നും നടക്കത്തില്ല. ഈ ഉപവാസത്തെ തിരിച്ചു നീ നിന്റെ മണ്ണി കാല് കുത്തുമ്പോൾ, നമ്മുടെ ഭൂമിക്കകത്ത് കാല് കുത്തുമ്പോൾ, നമ്മുടെ അവകാശത്തിനകത്ത് കാല് കുത്തുമ്പോൾ, എത്ര ആഴത്തിൽ കുഴിച്ചിട്ടതാണെങ്കിലും, എത്ര ആഴത്തിൽ ബന്ധിച്ചതാണെങ്കിലും, ലക്ഷക്കണക്കിന് രൂപ മുടക്കി കെട്ടിയതാണെങ്കിലും, ഒരു സ്തോത്രത്തിൽ അഴിയണം, ഒരു അന്യഭാഷയിൽ അഴിയണം, ഒരു രക്തം ജയത്തിൽ അഴിയണം. അത്ര വലിയൊരു ദൈവം. അന്തരീക്ഷം ആത്മാവ് നിയന്ത്രിക്കട്ടെ. അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. മാനുഷിക നിയന്ത്രണങ്ങൾ വേണ്ട. രക്തം ജയമെടുക്കുന്നു. അതുകൊണ്ട് സന്തോഷമുള്ളത് കൊണ്ട് ആ പേര് ഞാൻ എന്ത് ചെയ്യുക? ചേർത്തതാ. ഇപ്പം വാരിയവരത്തുള്ള ഞങ്ങളുടെ പിൻതലമുറക്കാരും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ പേരിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനിക്കൊരു കൊതിയ, ഈ തലമുറയിൽ ഒന്നുകൂടെ എന്ത് ചെയ്യണോ? അവിടെ വിപ്പാസ വലിയ വീട് വെച്ചത് കൊണ്ടല്ല, അല്ലെ മറ്റ് ദൈവദാസന്മാരെന്തെങ്കിലും, ആത്മമണ്ഡലത്തെ നിയന്ത്രിക്കുന്ന കുറച്ചു പേര് ഇന്നും അവിടെയുണ്ട്. ആത്മമേഖലയെ നിയന്ത്രിക്കുന്ന, ആ ദേശത്തെ നിയന്ത്രിക്കുന്ന, അങ്ങനെ കൊതിച്ചാ പ്രാർത്ഥിക്കുന്നേ, അങ്ങനെ കൊതിച്ചാ പോരാടുന്നേ. വൈഫ് പോയി കുഞ്ഞിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, തറയിൽ കാല് കുത്തുന്നേ ഇല്ല, തറയിൽ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു അപ്പൻ്റെ ഹൃദയം നോക്കണം, പ്രത്യേകിച്ച് ഈ പെൺകുഞ്ഞുങ്ങളോട്. എനിക്കറിയത്തില്ല അപ്പന്മാർക്ക് ഒന്നുകൂടെ എന്തുണ്ട്, സത്യമാണോന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ എന്താ, മൂത്ത മോനുണ്ടേലും അവനൊന്നും മിണ്ടത്ത് പോലും ഇല്ല. അവൻ അമ്മയുമായിട്ടാ എന്ത്, ഈ കൊച്ചുങ്ങളെ എന്തുവരും വന്ന് എന്ത് ചെയ്യുന്നേ, പപ്പ സുഖമായിരുന്നോ എന്നൊക്കെ എന്ത് ചെയ്യുന്നേ. പെൺകുഞ്ഞുങ്ങളുള്ള ഒരു വലിയ അനുഗ്രഹം കേട്ടോ. ആരെങ്കിലും പെൺകുഞ്ഞുങ്ങൾ ഒരു ഭാരമാണെന്ന് ചിന്തിക്കുന്നത്, നോ, നിന്റെ കുടുംബത്തിൻ്റെ അഡ്രസ്സ് മാറാൻ തക്കവണ്ണം ആ തലമുറകളെ ദൈവം ഉയർത്താൻ എന്താണെന്നറിയാമോ? ഈ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ തഴച്ചിലുള്ളതൊക്കെയാ രക്ഷപ്പെട്ടിട്ടുള്ളത്. തടഞ്ഞു മാറ്റി വെച്ചതൊക്കെയാ എന്ത് ചെയ്യുന്നത്? ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തിട്ടുള്ളത് അവരാ. അവരുടെ കൂടെ നിന്ന് അവരെ ജയം. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, പാസ്റ്റോട് പറഞ്ഞിട്ടൊക്കെ പോവാം. പിന്നെ ഞാൻ ചിന്തിച്ചു, അങ്ങനെ പോയാൽ എൻ്റെ പ്രസംഗം വേറെ, എൻ്റെ ജീവിതം ആണല്ലോ. ഇച്ചിരി നേരം പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ദൈവദാസനെ വിളിച്ചു. സാറേ, മുത്തൂറ്റോട്ടൊന്ന് കൊണ്ടുപോണേന്ന് പറഞ്ഞു. അപ്പം നോക്കണേ, ദൈവത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു, മുത്തൂറ്റ് പോണ്ട, എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ട്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ. കണ്ടോ, ഞാൻ പോയായിരുന്നേ മുത്തൂറ്റ് പോയി കുളമാക്കി 10-25,000 രൂപ അവിടെ എന്ത് ചെയ്തേനെ. കണ്ടോ, ഞാൻ ഇതിനെന്തിനാ പറയുന്നറിയാമോ? ആത്മാവ് നയിച്ചാലുള്ള ഗുണമാണ് നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തിന് പരിചയമുള്ള
ഒരു എല്ലിൻ്റെ ഡോക്ടറുണ്ട്, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ സാറേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം വിളിച്ചു വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, പകല് ഞാൻ ആശാര്യോപദേശിയുടെ കാര്യം പറഞ്ഞു. ഞാൻ അത്രയും കോൺഫിഡൻസിലൊന്നും എന്ത് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ കോട്ടയത്ത് വന്നത് സിനിമ കാണാനല്ല, കൂട്ടുകാരുടെ തമാശ പറയാനല്ല, ഒരു കല്യാണം കൂടാനല്ല, നിന്റെ നാമത്തിന് വേണ്ടിയാണ് വന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആശുപത്രി പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം ചെറിയ തിരക്കുണ്ട്. അത് മാറ്റിയിട്ട് എനിക്ക് ആശുപത്രി നിൽക്കാൻ ഒക്കത്തില്ല. ആ കാലിൻ്റെ മേലൊരു ദൂതനെ നീ ഒന്ന് അയക്കണം. ആ കാലിൻ്റെ മേലൊരു ദൂതനെ ദൈവം ഇന്നത്തെ അനുഭവമായിട്ട് അത് പറയുന്നേ. അങ്ങനെ അയക്കുമെന്നേ. നമ്മൾ ചങ്ക് പൊട്ടിയൊന്ന് പറഞ്ഞാൽ, നമ്മൾ അവന്റെ നാമത്തിൽ നിന്നാൽ, നമ്മൾ അവന്റെ കാര്യം നോക്കിയാൽ, അവൻ നമ്മുടെ കാര്യം നോക്കും. വൈഫിൻ്റെ ഫോൺ വന്ന് പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാനതങ്ങ് വിട്ടു ചോദിക്കാൻ. ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ പുതുപ്പള്ളിയിലുള്ള ഒരു കർത്തൃദാസ് വർഷങ്ങൾക്ക് മുമ്പ് 6-7 വർഷം മുമ്പ് ഒരു ദൂത് പറഞ്ഞ് അദ്ദേഹം പ്രിയ രഞ്ജിത്ത് പാസ് ഇട്ട ആ ഫ്ലെയർ കണ്ട് എങ്ങനെയോ നമ്പർ തപ്പി എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം, പുതുപ്പള്ളി ചർച്ചക്കോളിലെ പാസ്റ്റർ, അന്നത്തെ ചാട്ടം ഇപ്പോഴും ഉണ്ടോയെന്ന്. 7 വർഷം മുമ്പുള്ള ഞാൻ പറഞ്ഞു ഇച്ചൂടെ കൂടിയതേ ഉള്ളൂ. ചിലരുടെ അങ്ങ് കുറയുക. മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഞാൻ +2 ഒക്കെ പാസ്സായി. മാതാവ് നേർന്നെങ്കിലും നമുക്ക് ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇച്ചിരി മുന്നോട്ട് പോകുമ്പോൾ എന്തു ചെയ്യുക? ഞാൻ ഒറ്റ തീരുമാനം, കടുംപിടുത്തം ദൈവസന്നിധിയിൽ എടുത്തു. അങ്ങനെ ആരും പിള്ളേർ കുഞ്ഞുങ്ങളാരും എടുക്കല്ലേ. +2 ജയിക്കാമെങ്കിൽ എന്തു ചെയ്യുക? എനിക്കറിയാം ഞാൻ ജയിക്കത്തില്ലെന്ന്. കാരണം അതുപോലുള്ള എഴുത്താണ് ഞാൻ എന്തു ചെയ്തേ. എനിക്കറിയത്തില്ല കർത്താവ് എന്നെ ഇറക്കാൻ വേണ്ടിയാണോ എൻ്റെ അമ്മയുടെ കണ്ണുനീരാണോ എന്നെ അങ്ങ് ജയിപ്പിച്ചു. എന്നെ അങ്ങ് ജയിപ്പിച്ചു. ഞാൻ ഒരിക്കലും കെമിസ്ട്രിക്കൊന്നും ഞാൻ ജയിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തതല്ല, ചിന്തിച്ചതല്ല. പക്ഷേ ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ 100 സ്റ്റെപ്പ് വെച്ച് എൻ്റെ കർത്താവ് എൻ്റെ വീട്ടിലോട്ട് വന്നു. ഒരു ബന്ധക്കാർ വരുന്ന ഭവനമല്ലായിരുന്നു. ശാപം എങ്ങനെ കൊടികുട്ടി വാഴുമോ അങ്ങനെ വാണ ഒരു ഭവനം. ബന്ധക്കാർ തുപ്പിയിട്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തേക്ക് ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ്. ഇന്ന് രാത്രി പ്രവചനാത്മാവില് നമ്മുടെ ദൈവം ആർക്ക് കടക്കാരനല്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ പറയുന്ന ചില ബാലിശമായ തീരുമാനങ്ങളിൽ പോലും കർത്താവിന്റെ കരം അപ്പം വൈഫിൻ്റെ ഫോണിലെ ടോൺ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നും ഇല്ലെന്ന്. സ്തോത്രം. ദൈവമക്കളെ, ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, ചെറിയൊരു ഇടർച്ചയേ ഉള്ളൂ, അവിടെ ആ മസിലൊന്ന് ഇളകിയതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, നാളെ വേണേ സ്കൂളിൽ വിട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇന്ന് രാത്രിയിൽ അന്ധകാര മണ്ഡലങ്ങൾ നമ്മളെ അങ്ങ് കെട്ടി ഒതുക്കിയെന്ന് പറയുമ്പോൾ ഉടവ കാണുന്ന വഴികളെ നീ അടച്ചിട്ടുള്ളൂ, കാണുന്ന മേഖലകളെ നീ അടച്ചിട്ടുള്ളൂ. അന്ധകാര മണ്ഡലമേ, നിന്റെ കാത് കേൾക്കാത്ത, നിന്റെ കണ്ണ് കാണാത്ത, നീ ഒരിക്കലും നിരൂപിക്കാത്ത മണ്ഡലങ്ങൾ ആത്മമണ്ഡലത്തിൽ ദൈവസഭയ്ക്കു വേണ്ടി, ദൈവ മക്കൾക്കു വേണ്ടി, അഭിഷക്തന്മാർക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. ചില വഴികൾ അടച്ചതോർത്ത് നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? ചില വാതിലുകൾ ക്ലോസ് ആയതോർത്ത് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്ത ദൈവ ശക്തിയുടെ റിലീസ്, ദൈവ അഭിഷേകത്തിന്റെ റിലീസ്.
അല്പകാലത്തേക്ക് കിണർ മൂടാം, പക്ഷെ അതിനകത്തുള്ള ഉറവയെ അടയ്ക്കാൻ ഒക്കുവോ? ഇന്ന് കാണുന്ന കിണറിനെ മൂടാം, പക്ഷെ അതിനകത്തൊരു ഉറവ കിടപ്പുണ്ട്. അത് ദൈവം തുറന്നതാ. അത് അടഞ്ഞിപ്പം കിടക്കുവാന്ന് തോന്നിയാലോ കിണറെ പൊങ്ങിവാ, കിണറെ പൊങ്ങിവാ എന്ന് ആത്മനിയോഗത്തോടെ ജനം ഒന്ന് പ്രതികരിക്കുമ്പോ, ആത്മനിയോഗത്തോടെ അഭിഷേകന്മാർ ഒന്ന് അന്തരീക്ഷം ആത്മമണ്ഡലത്തിൽ സെൻസിബിൾ ആകുന്നുണ്ട്. അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ടുണ്ട്. ദൂതന്മാരുടെ കൂട്ടവുമായി കർത്താപ്പച്ചൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് എബിഭാര്യാപുരം നിയന്ത്രിക്കുന്ന ശുശ്രൂഷയല്ല, ഇത് രഞ്ജിത്ത് വാസു നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷയല്ല. മാനുഷിക കരങ്ങൾക്കപ്പുറം ഹെവൻലി കിങ്ഡം റൂൾ ചെയ്യുന്ന രാത്രി. പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിച്ചാട്ട്. ആഭിചാരകന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, മന്ത്രവാദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നിന്റെ നേരെ വിരൽ ചൂണ്ടുന്ന മാംസരക്തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല കേട്ടോ. നമ്മൾ മറന്നാലും ദൈവം മറക്കത്തില്ല. ആ മണ്ണിന് മുകളിൽ വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു ഇവിടുന്ന് പോകാൻ വരട്ടെ, ഇവിടുന്ന് പോകാൻ വരട്ടെ. ചില നാളുകൾക്ക് മുമ്പ് ഇവിടെ ഒരു ശത്രുവിന്റെ പ്രവൃത്തി നടന്നതാ. ഇന്നൊരു പ്രതിക്രിയ നടക്കണം. ഈ രാത്രി ദൈവം എന്ന് പറയുക, ഒരു ക്രിയയുണ്ടെങ്കിൽ ഒരു പ്രതിക്രിയയുണ്ട്. ആത്മാവ് ആ ദൂതിനെ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യുക. ഒരു ക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. ഈ ഒരു സീസൺ പ്രതിക്രിയയുടെ സീസണാ. കുടുംബങ്ങളിലേക്ക് അതൂത് ഇടിച്ചിറങ്ങുന്നു, അഭിഷക്തന്മാരിലേക്ക് അതൂത് ഇടിച്ചിറങ്ങുന്നു. ദൈവജനത്തിലേക്ക് അതൂത് അസംബരാധിക. പിടിക്കാൻ ഒക്കുമെങ്കിലെന്നല്ല, പിടിച്ചേ ഒക്കത്തുള്ളൂ. ഈ 10-ാം രാത്രിയിൽ വേല കൊടുത്ത ഇവിടെ ദൈവമക്കൾ ഇരിക്കുന്നത്, വേല കൊടുത്ത കർത്തൃദാസന്മാർ ഇരിക്കുന്നത്. Holy God, Holy Spirit of the Lord, Holy Angel, oh Rigo, Udaba Shambara Tiniyamba Tanagamba, Adaba Sandaradia. ഈ നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല ഈ തിരിവെന്നൊക്കെ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന മണ്ഡലത്തിലല്ല തിരിവെന്ന് പറയുന്നത്. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയവൻ തിരിച്ചു വരുന്നത് ഇസ്രായേലിന്റെ രാജാവായിട്ടാ. ക്ഷേമം അന്വേഷിക്കാൻ അങ്ങോട്ട് ചെന്നതാ, പക്ഷെ തിരിച്ചു വരുന്നത് രാജാവായിട്ടാ. ദൈവം ഒരു ദൂത ദൈവം കൈമാറുക. ദൈവം ചിലതിനെ ബ്ലോക്ക് ആക്കും. ദൈവം ചിലതിനെ ബ്ലോക്ക് ആക്കണമെങ്കിൽ ബ്ലോക്ക് ആക്കും. ദാവീദിനെ തൊടാൻ വീണ്ടും ദൈവാത്മാവ് എന്നോട് പറയുക, എൻ്റെ ദൈവമേ, പര്യമ്പരത്തൂടൊക്കെ പെരക്കകത്ത് കയറിക്കൊണ്ടിരുന്നവൻ ആര്? ദാവീദാ. ചേട്ടന്മാരൊക്കെ പട്ടാളക്കാരാ, നേരെ വാതിലൂടെ കയറും. ഇവൻ എവിടെ കൂടെ ഒക്കെ വരും? സൈഡ് വഴിയായിട്ടൊക്കെ കയറി വീടിനകത്ത് കയറിയിരിക്കുക. പക്ഷേ ഒരു ദിവസം രാജ്യം മുഴുവൻ അവനെ കാത്തിരിക്കുക. അവൻ വരുന്നതോ പോകുന്നതോ ഇശായിക്ക് വിഷയമല്ല. അവൻ വരുന്നതോ പോകുന്നതോ സഹോദരന്മാർക്ക് വിഷയമില്ല. പക്ഷെ ഇന്ന് വിഷയമാ. ശമൂവേൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ അവൻ വരണം. ശമൂവേൽ പന്തിക്കിരിക്കണമെങ്കിൽ അവൻ വരണം. എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നു? തിരിവെന്ന് പറഞ്ഞാൽ അതാ. നിനക്കൊരു1000 രൂപ കിട്ടുന്നതല്ല, നിനക്കൊരു 10,000 രൂപ കിട്ടുന്നതല്ല. സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കുന്നതിനെയാ. സ്വർഗം നിന്റെ മുമ്പിൽ, സ്വർഗം നിന്റെ മുകളിൽ തുറക്കുന്നതിനെയാ. ഒരു ദേശം നിന്റെ മുമ്പിൽ തുറക്കുന്നതിനെയാ. ഒരു രാജ്യം നിന്റെ മേൽ വലുത് ചിന്തിച്ചാട്ടെ. ഒരു രാജ്യം ദാവീദിന് മുമ്പിൽ വെയിറ്റ് ചെയ്തെന്ന്. ഇശായിയുടെ കുടുംബം അടഞ്ഞത് നല്ലതാ.
അമ്മയും തള്ളിക്കളഞ്ഞത് നല്ലതാ, സഹോദരന്മാർ ഓർക്കാഞ്ഞത് നല്ലതാ. നിനക്കൊരു സമയം വരുന്നു, നിനക്കൊരു ദിവസം വരുന്നു, നിനക്കൊരു സീസൺ വരുന്നു. നിന്നെ കാത്ത്, നിന്നെ നോക്കി ഒരു ദേശം വെയിറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ഒരു തിരിവിന്റെ സീസണാന്ന് പറഞ്ഞ അത് ചെറിയൊരു ദൂതിൽ ഉൾക്കൊള്ളരുത്, അതൊരു ചെറിയ തലത്തിൽ ഉൾക്കൊള്ളരുത്. ഒരു രാജ്യം നിന്നെ നോക്കത്തക്ക രീതിയിൽ ഒരു കൂട്ടം നിന്നെ പ്രാപിക്കുക, പ്രാപിക്കുക, പ്രാപിക്കുക. ഓ റബ ലഗസിയ, പിശാചിനോട് പറ, പോയി പണി നോക്കാൻ പറ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ജനത്തിന്റെ സമയമാ, പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ സമയമാ, അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കുന്ന അഭിഷേകന്മാരുടെ സമയമാ. Thank you, precious Holy Spirit. Thank you, Heavenly Father. നമ്മൾ ആത്മാവിൽ അങ്ങോട്ട് ചലിക്കുമ്പോ, നമ്മൾ ആത്മാവിൽ അങ്ങോട്ട് പ്രതികരിക്കുമ്പോ, നമ്മൾ ആത്മതലവുമായി അങ്ങ് കണക്റ്റഡ് ആകുമ്പോ, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു സേനയാണെങ്കിലും അവൻ ആടിയറവ് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഇവൻ ചങ്കൂറ്റത്തോടെ ഗോലിയാത്തിന് നേരെ കയറിപ്പോകാൻ കാരണം ഇവൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള കോൺഫിഡൻസാ. ഗോലിയാത്തിന്റെ പരാജയത്തിന് കാരണം ദാവീദിന് പുറകെ നിൽക്കുന്ന ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. അവൻ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വടിയിരിക്കുന്നു. അത് നായെ ഓടിക്കാനാന്നുള്ള ചോദ്യമാ. പക്ഷെങ്കിൽ ദാവീദും കൂടെ നിർത്തിയേക്കുന്നത് ആരെയാ? അവൻ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തെ. ഇന്ന് രാത്രി ചില വെല്ലുവിളികൾ, ശത്രുവിൻ്റെ ഒരു വലിയ പരിപാടിയാ കേട്ടോ, വലിയ പരിപാടിയാ. നമ്മളിലേക്കൊന്ന് നോക്കാൻ എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മളിലേക്കൊന്ന് നോക്കിയ, ദാവീദിലേക്ക് നോക്കിയ ദാവീദ് വട്ട സീറോയാ. ഗോലിയാത്തിലേക്ക് നോക്കിയ ഗോലിയാത്ത് ഹീറോയാ. പക്ഷെ ദാവീദ് നോക്കുന്നത് തന്നിലേക്കുമല്ല, ശത്രുവിലേക്കുമല്ല. അവൻ പറയുക, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ. കണ്ടോ, നമ്മുടെ ദൈവം വലിയവനാണോ? പട്ടുമെത്തക്കകത്ത് കിടന്നല്ല പറയുന്നത്. തലയറക്കാൻ, തല വെട്ടാൻ കാത്തു നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ധൈര്യത്തോട് പറയുക, ഞാൻ കയറി വരുന്നത് ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന്റെ നാമത്തിൽ. അങ്ങനെ തന്റെ ഇടമുള്ള എത്ര പേരുണ്ട്? അങ്ങനെ പ്രാഗൽഭ്യമുള്ള, അങ്ങനെ ഒരു തലമുറയാ എഴുന്നേൽക്കണ്ടേ. എനിക്കൊരു സേവയുണ്ടെന്ന് പറയാ, എനിക്കൊരു സേവയുണ്ടെന്ന് പറയാ. തന്റെ ഇടമുള്ള ദൈവമക്കൾ ഈ കോട്ടയം പട്ടണത്തിൽ എഴുന്നേറ്റ ഈ ദേശത്തിന്റെ അധികാരത്തിന് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഓ റബാ ലബാ സന്ദന ജനാദന അതന ധനധന ധനബൗ ധമന ഗടഗദന ബൗഡബ അതന ജാര ഗടഗ സിയംതര ബൗഡബാലക ഊഡബ ശംദര ധന ഗടഗസിയ. രക്തത്താല ജയം, രക്തത്താല ജയം. സൂപ്പർ നാച്ചുറൽ മേഖലകളെ കർത്താവ് ഓപ്പൺ ആക്കിയിട്ടേക്കുക. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗം കേൾക്കുന്നതിനെക്കാട്ടില് നിങ്ങൾ ആത്മതലവുമായി കണക്റ്റഡ് ആയിക്കോണം, ആത്മമേഖലയുമായി കണക്റ്റഡ് ആയിക്കോണം. അടുത്ത വർഷവും ഈ ദൂത് കേൾക്കാൻ വേണ്ടി 21 വെച്ച് ഇവിടെ വന്ന് ആരും ഇരിക്കരുത്. അടുത്ത ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ട് ദൈവസന്നിധിയിൽ വരാൻ ഇടയാകാവൂ. എല്ലാ വർഷവും ദൂത് കേൾക്കുന്ന ഒരു തലമുറയല്ല. അടുത്ത തലങ്ങളെ, അടുത്ത തലങ്ങളെ, അടുത്ത തലങ്ങളെ പ്രാപിച്ചോ. ആലയത്തിന്റെ മുഖച്ഛായ മാറട്ടെ, ആലയത്തിന്റെ പ്ലേസ് യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രവചിക്കുന്നു, ഒന്നിച്ച് പ്രവചിക്കുന്നു. രോഗസൗഖ്യങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ തോടും. കർത്താവ് ചുമക്കാൻ തരാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട,
ചുമക്കണ്ട. ദൈവം ചുമക്കാൻ പറയാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട. അത് രോഗമാണേലും, അത് കടഭാരമാണേലും, അത് വീടിൻ്റെ സ്ട്രഗിൾ ആണേലും, എന്തുവാണേലും, സത്യം പറഞ്ഞാൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അത്ര സന്തോഷമുള്ളൊരു ജീവിതം വേറെ ഇല്ല. എത്ര ദൈവമക്കൾക്ക് മനസ്സിലാകുന്നു? ഇത്ര ടെൻഷൻ ഫ്രീ ആയിട്ട് നടക്കാൻ ഒക്കുന്നത് യഥാർത്ഥമായ ഒരു ദൈവ പൈതലിനെ ഒക്കത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം, നമ്മുടെ ഭാരം ചുമക്കാൻ നമ്മുടെ കൂടെ ഒരു ദൈവമുണ്ട്. നമ്മുടെ ഭാരം ചുമക്കാൻ വാ തുറന്ന ബുദ്ധിമുട്ടേ വരുന്നുള്ളെങ്കിൽ നിനക്ക് എവിടോ തെറ്റുപറ്റിയിട്ടുണ്ട്. വാ തുറന്ന പ്രയാസമേ വരുന്നുള്ളെങ്കിൽ എവിടോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ദൈവസന്നിധി കൈ ഉയർത്തേണ്ട സ്ഥാനത്ത് കൈ നീട്ടിയ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ എവിടോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ ദൈവമക്കളോട് പറയാ, ദൈവസന്നിധി മുട്ടുമടക്കുന്നവനെ ഒരിടത്ത് മുട്ടുമടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇപ്പം കുടുംബം ഒന്ന് ചെറുതായി നിന്നാലോ, ഇപ്പം കുടുംബം ഒന്ന് താന്ന് നിന്നാലോ, മൊർദെഖായിക്ക് ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവത്തിന്റെ മുൻപിലേ ഞാൻ മുട്ടുമടക്കത്തുള്ളൂ. എൻ്റെ ദൈവം പ്രമാണം കാക്കുന്നവരെ ഏതു തലമുറയിലും കർത്താവ് ഹോണർ ചെയ്യും. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഏതു തലമുറയിലും ദൈവം ഹോണർ ചെയ്യും. ആ വേട് ദൈവം വീണ്ടും കൈമാറുക. കർത്താവിന് വേണ്ടി നീ നിന്നാല് കർത്താവിൻ്റെ ഹോണറ്. ദൈവമക്കൾ ആ വേടൊന്നെല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, ആ കർത്താവിൻ്റെ മാന്യത എന്ന് പറഞ്ഞ രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷനാ സ്വോത്ര. ഇവൻ ഈ കുതിരയെ ദൂരത്തുനിന്ന് കണ്ടു കാണും. സത്യം പറഞ്ഞ മനസ്സിൽ പോലും മൊർദെഖായി ആഗ്രഹിച്ച് കാണത്തില്ല. ചിന്തിച്ച് കാണും, എന്നേലും ഒരു കുതിര മേടിക്കണം. രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറുമെന്ന് ആഗ്രഹിച്ചോ? എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മുടെ പഴം മനസ്സിൽ നമുക്കുള്ള ചിന്തകൾ അല്ല ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ. ഈ 10-ാം ദിവസം നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ പകൽ ഓർപ്പിച്ച ദൂതിനെ ഇന്ന് രാത്രി ഞാൻ പകൽ പറഞ്ഞ ദൂതിനെല്ലാം ഒരു പൂർത്തീകരണം പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. കറക്റ്റ് സമയത്ത് തന്നെ നിർത്തും. പക്ഷേ ഇതിനകത്തുള്ള മുഴുവൻ ദൈവമക്കളും ആത്മതലത്തിൽ അടുത്ത മേഖലയിൽ കയറിയിരിക്കണം. അതെൻ്റെ ഒരു കൊതിയ. ഞാനും ഇന്ന് രാത്രി ആഗ്രഹിക്കുക, ഇതുവരെ അനുഭവിക്കാത്തതുപോലെ ഒരാത്മമേഖല, ഒരാത്മറിയിലും എൻ്റെ മേൽ സജീവമാകണം. ഒത്തിരി നാളായി ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടെന്ന് പറയുന്നവരുണ്ട്. ദൈവമക്കളെ, ഈ ചങ്കിനകത്തുനിന്ന് വരാത്ത സ്തോത്രവും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരാത്ത അന്യഭാഷയും അകത്ത് കത്താത്ത തീയും സെക്കൻഡുകൾക്കുള്ളിൽ കെടും. കരിയിലേക്ക് തീ പിടിച്ചാൽ ഇച്ചിരി സെക്കൻഡിനുള്ളിൽ കേടും. പക്ഷെ ഒരു മുട്ടിക്ക് തീ പിടിച്ചാലോ, ഇന്ന് രാത്രി കരിയിലേക്ക് തീയല്ല ഇവിടെ പിടിക്കുന്നത്, മുട്ടിക്ക് തീ പിടിക്കുക. സംബരാധന ഹത്താന സിയന്തരാധനാദിയ. പക്ഷേ അതെന്താ തീ എന്നൊക്കെ പറയുന്നേ? അത് അനുഭവിക്കുന്നോണ്ട് പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ. പലപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ പൊള്ളുന്നു വല്ലാതെ, ഇനി എനിക്ക് താങ്ങാൻ എന്ത് ചെയ്യത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇത് അനുഭവിക്കുന്നവർക്ക് ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. ആരൊക്കെ വിമർശിച്ചാലും ആരൊക്കെ കുറ്റം പറഞ്ഞാലും ആത്മാവ് ഇറങ്ങുന്നിടത്ത് പരിശുദ്ധാത്മാവ് തീയാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നിടത്ത് തീയായി അവൻ വെളിപ്പെട്ടിട്ടുണ്ട്.
തീയവൻ വെളിപ്പെട്ടിട്ടുണ്ട്. ആ നാളം ഇവിടെ കത്തുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് രാത്രി ചില ആഭിചാരങ്ങളെ അത് കരിക്കും, ചില മന്ത്രവാദങ്ങളെ അത് കത്തിക്കും, നിനക്കെതിരെ നിൽക്കുന്ന ദുർവ്യാപാരങ്ങളെ അത് കരിക്കും. തലമുറകളെ വഴിതെറ്റിച്ചു വിടുക, തലമുറകളെ റൂട്ടിനകത്ത് നിർത്തത്തില്ലെന്ന് പറഞ്ഞ ഓ ശവനദന ബാര സിയന്തരാധന ആ ആ ആ ആ ആ രബാല ശദനബാല ഘടക സിയന്തര ബൗഡബ അതന ബലബ ശംദര ജനദന ഘടക സിയന്തര അധനാധന ഊടബാല ശന്തര ധനാദിയാല ഘടകസിയ. ആത്മാവിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോയാട്ടെ, ആത്മാവിൽ നിങ്ങളുടെ ആതിരിനകത്തൊന്ന് നടന്നാട്ടെ, ആത്മാവിൽ നിങ്ങളുടെ അവകാശത്തിന് മേലൊന്ന് നടന്നാട്ടെ. ഇന്ന് രാത്രി വാഗ്ദത്തങ്ങളെ ആദരം തുറന്നൊന്ന് പറഞ്ഞാട്ടെ. വാഗ്ദത്തങ്ങളാ നിങ്ങളുടെ ആയുധം, വാഗ്ദത്തങ്ങളാ നിങ്ങളുടെ ആയുധം. ഇന്ന് രാത്രി ആ വാഗ്ദത്തങ്ങൾ ആദരം തുറന്നൊന്ന് പറഞ്ഞാട്ടെ. അത്തുച്ചിക ജഗത്തരേ ജനകമ്പബ തുരിയമ്പബ ധനഘടകസിയ ഹംജത്തന ബത്തനാദിയ ആട ശംബര ധനാബൗഡ അംബതനാജന ഘടകസിയ തുരി ബൗഡ ബാലബ അദന സന്ദര അദിയതന ബൗഡ. വാഗ്ദത്തം ഉരുവിട്ടോണ്ടിരിക്കണം, അത് നമ്മുടെ ആയുധമാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? വാഗ്ദത്തങ്ങളെ ആദരം തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഓ, നിന്റെ ഭവനം നെഗറ്റീവ് പറയാനുള്ളതല്ല, നിന്റെ ഭവനം തോൽവി പറയാനുള്ളതല്ലതാ. തോൽവി പിശാചാ, അവനാ കാൽവറി ക്രൂശിൽ തോറ്റത്. ഇന്ന് രാത്രി ജയിച്ചൊരു ജയാളിയുടെ കൂടെ ദൈവമക്കളായ നമ്മൾ നിൽക്കുന്നത്. ഞാൻ തോറ്റുപോകുമെന്ന് നിങ്ങൾ പറയരുത്. കാഴ്ചയും കണ്ണടയും കാഴ്ചയ്ക്കുമപ്പുറം വിശ്വസ്തതയും ഒത്തുചേരുന്നൊരിടം. ഒഴുക്കുനീട്ടിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന നേത്ര പരിശോധന. ഒഴുക്കുനീട്ടിൽ ഏവരെയും ഒരു പുതിയ ദൃശ്യാനുഭവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ിലൂടെ ഞാൻ പോകൂ, വെള്ളം എന്റെ മീതെ കവിയത്തില്ല. തീയിലൂടെ ഞാൻ പോകൂ, തീ എന്നെ ദഹിപ്പിക്കത്തില്ല. അഗ്നിജാല എന്നെ കരിക്കുവാൻ ശന്തരാധരാധിയ ഹടമ സംബരാധന ഹദനദിരി അസത്തരേജിയ അന്ധരാജിനിഘടകസിയ ഹദനജി അസ്യംബരാധിയാദിയ ശബാല അംബരാധര. ഞാൻ ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും ആത്മാവ് തൊടുന്ന മണ്ഡലങ്ങളിലൂടെ മുന്നോട്ട് തന്നെ പോകട്ടെ. ഈ ദൈവമക്കളെ ഒഴിവാക്കാനൊക്കാത്ത രണ്ട് കാര്യമാണ് പ്രാർത്ഥനയും വചനധ്യാനവും. പ്രാർത്ഥനയും ആദ്യ സഭയിൽ പ്രശ്നമുണ്ടായപ്പം തന്നെ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും എന്തു ചെയ്യും? ഉറ്റിരിക്കും. നിങ്ങൾ യോഗ്യതയുള്ളവരെ എന്തു ചെയ്യണം? ഇച്ചിരി നാൾ മുമ്പ് ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, മോനെ, നീ ഇപ്പം ചെയ്യുന്ന പണി ചെയ്യാൻ ഒരു ബംഗാളിക്കൊക്കും. അവന് വൈകിട്ട് 800 രൂപ എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. പക്ഷെ നിന്നെ അസൈൻ ചെയ്ത ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ബംഗാളിക്ക് എന്ത് ചെയ്യത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഞാനൊരു പ്രത്യേക സ്ഥലത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ഉള്ളിൽ പരിശുദ്ധം പറയുക, ഇത് ചെയ്യാൻ ഈ 800 രൂപയ്ക്ക് ഒരാളെ എന്ത് ചെയ്യാം? പക്ഷെ പ്രാർത്ഥനാ റൂമിൽ അവനെ കയറ്റി എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. മനസ്സിലായോ? എന്നോട് ദൈവം പറഞ്ഞത് അത് വീണ്ടും നിങ്ങളോട് ഇന്ന് രാത്രി ആവർത്തിക്കാൻ പറയുക. കരുത്തുറ്റ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ദൈവസഭ വന്നാൽ ഒരു സംഗതിക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ഒരു മേഖലയ്ക്കും നമ്മളെ പിടിച്ചു നിർത്താൻ
ഒരനുഭവത്തിന് നമ്മളെ പിടിച്ചു നിർത്താൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരെ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരെ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരെ ഈ ദൈവസഭയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. ഈ ചാർജ് ആകാൻ അല്ലെ പോസിറ്റീവ് എനർജി ലഭിക്കാനൊക്കെ ഈ യൂട്യൂബിലൊക്കെ ഒത്തിരി ചാനലുകളുണ്ട്. തോറ്റുപോയവർ, പരാജയപ്പെട്ടു പോയവർ എങ്ങനെ പിടിച്ചു കയറാമെന്നൊക്കെ പറഞ്ഞ് അവരുടെ ജീവിതാനുഭവം എന്തു ചെയ്യുന്നേ. സത്യം പറഞ്ഞാൽ ഈ പുസ്തകം നമ്മുടെ കയ്യിലുള്ളപ്പം ചാർജ് ആകാൻ വേറൊരു പുസ്തകം വേണോ? വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എന്തു ചെയ്യണം? എൻ്റെ കണ്ണുകളെ, ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് ഒരു മുഖവുര പറഞ്ഞിട്ട് ഈ മർക്കോസിലോട്ട് വരാം. ഈ വഴികരികെ ഇരുന്ന് നിലവിളിച്ചവൻ്റെ നിലവിളി ആര് കേട്ടു? ആര് കേട്ടു? അങ്ങനെങ്കിൽ ഈ ആലയത്തിനകത്ത് രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, വേർപെട്ട്, അഭിഷേകം പ്രാപിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 10-ാം ദിവസം ഇവിടെ ഇരുന്ന് എൻ്റെ യേശുവെ എന്ന് വിളിച്ചാൽ നിൽക്കത്തില്ലയോ കർത്താവ്? അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. വഴികരികെ ഇരുന്ന് ഒരു പരിചയവും ഇല്ലാത്തവൻ വിളിച്ചപ്പോഴും നസ്രയൻ നിന്നെങ്കിൽ ഇന്ന് രാത്രി വില കൊടുത്ത് ഈ കസേറയിൽ വന്നിരിക്കുന്ന നമ്മുടെ വിളിയുടെ മുമ്പില് കർത്താവ് നിൽക്കാതിരിക്കുമോ? എബിപ്പാസെ കേൾക്കാൻ വിളിക്കണ്ട, രഞ്ജിത്ത് പാസെ കേൾപ്പിക്കാൻ വിളിക്കണ്ട. നിങ്ങൾ ഇരിക്കുന്നിടത്ത് എൻ്റെ യേശുവപ്പച്ചാന്നൊന്ന് വിളിക്കുമ്പോ, എൻ്റെ ദൈവമേന്നൊന്ന് വിളിക്കുമ്പോ അവന് വിളി കേൾക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതന ബലഗ സദന ബൗഡ ബാല താല ചാല അടന സദന ചാല സൗഡ ബാല അതന സിദന ഘടക സിയന്തര ബൗഡ ബാല അടമ ശംബര തീരിയതര ബൗഡ ബാല ഹംദര ജരാദിയ. അവൻ യേശുവേ എന്നൊന്ന് വിളിച്ചപ്പോ അവന്റെ വിളിക്ക് മുമ്പിൽ എന്ത് ചെയ്തു? യേശുവപ്പച്ചൻ എന്ത് ചെയ്തു? നിന്നു. 38 വർഷം കുളക്കരയിൽ കിടന്നവനെ തേടി ആര് ചെന്നു? ആര് ചെന്നു? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മോൻ എവിടാണെങ്കിലും തേടിപ്പോത്തില്ലയോ? ഞാനൊരു കാര്യം പറയാം. ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു മാതാവ് ഒരു ഭവനത്തിലുണ്ടെങ്കിൽ അടുത്ത റൂമിൽ അവന് മദ്യപിക്കാൻ ഒക്കത്തില്ല. അവന് ലഹരി നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കേ. നിന്റെ ഭവനത്തെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ആ ഭവനത്തിനകത്ത് അശുദ്ധി ചെയ്യുന്ന ഒരുത്തന് നിൽക്കാൻ പറ്റത്തില്ല. അശുദ്ധി ചെയ്യുന്ന ഒരുത്തൻ അവിടെ വസിക്കാൻ കഴിയത്തില്ല. അവൻ പറയൂ, വീടിനകത്ത് കയറുമ്പോ എന്റെ സ്വസ്ഥത പോവുക, വീടിനകത്ത് കയറുമ്പോ എന്റെ സമാധാനം പോവുക. നീ ഒന്ന് കെട്ടി നോക്കിക്കേ, നീ ഒന്ന് ബന്ധിച്ചു നോക്കിക്ക. അതനബല സദനബാര ബലസിയ ദനബൗഡബ അതന സന്ദന ധനബൗഡമാല സംബരാദന ഹരബ സംദരാദന. ദൈവം ആദ്യം സ്ഥാപിച്ച ഓഫീസാ കുടുംബം. രണ്ടാമതേ സഭ സ്ഥാപിച്ചുള്ളൂ. ഈ കുടുംബം ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എൻ്റെ കുടുംബം കഴിഞ്ഞുള്ള ശുശ്രൂഷ മതി ഈ പാസക്ക്. ഒത്തിരി പേര് സ്വോത്രം പറയുന്നില്ല. എൻ്റെ പിള്ളേരെ നല്ല വഴിക്കൊക്കെ നടത്തി അവരുടെ കൂടെ വൈകിട്ട് കുടുംബ പ്രാർത്ഥന കഴിക്കാൻ ഒത്തില്ലെങ്കിലും രാവിലെ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് ആരും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ നാളെ തിരിച്ചു പിടിക്കാൻ ഒക്കത്തില്ല. ഈ ദൂത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കുടുംബം ഗൗരവമുള്ളൊരു വിഷയമാണ്. കുടുംബം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കുടുംബത്തെ നേടിയിട്ട് മതി ദേശത്തെ നേടുന്നത്. കുടുംബത്തിന് വേണ്ടി നീ അല്പസമയം മാറ്റിവെക്കണം. കുടുംബത്തിന് വേണ്ടി ആത്മമണ്ഡലത്തിൽ നീ ചലിക്കണം. കുടുംബത്തിനകത്തൊന്ന് അതിരിട്ട് പ്രാർത്ഥിക്കണം. പഠിക്കാൻ പോകുന്ന തലമുറകളെ ഒന്ന് അതിരിട്ട് പ്രാർത്ഥിക്കണം. ദൂരത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് എൻ്റെ അമ്മയ്ക്ക് 2ാം ക്ലാസ്സേ ഉള്ളൂ. കയറി വരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത, തകർന്നു പോകാൻ എല്ലാ സാധ്യതയുമുള്ളൊരു ദേശത്താണ് ഞങ്ങൾ വളർന്നത്.
എന്നെക്കാട്ടി ശക്തനായ എൻ്റെ അനിയൻ, എനിക്കത് പറയാൻ ധൈര്യവും തൻ്റെ ഇടവും ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ കേട്ടുണ്ട്, ദൈവമേ യൗവനക്കാരായ എൻ്റെ മക്കളെ നിൻ്റെ രക്തത്തിൽ മറയ്ക്കുന്നു, അവരുടെ അവയവങ്ങളെ രക്തത്തിൽ മറയ്ക്കുന്നു. എനിക്കവരെ നിയന്ത്രിക്കാൻ ഒക്കത്തില്ല, പക്ഷേ നീ അവരെ നിയന്ത്രിക്കണം. എടാ, 2ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള, ബൈബിള് തെറ്റുകൂടാതെ വായിക്കാൻ കഴിയാത്ത എൻ്റെ അമ്മയുടെ അകത്ത് അങ്ങനെ ഒരു വെളിപ്പാട് കത്തിയതുകൊണ്ട് ഇന്ന് ഈ പുൾപിറ്റിന്റെ പുറകിൽ ഞാൻ നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ അങ്കിൾ അമേരിക്കയിലുള്ളത് കൊണ്ടല്ല, എൻ്റെ കൊച്ചമ്മ UK-യിലുള്ളത് കൊണ്ടല്ല, എൻ്റെ കൊച്ചപ്പൻ അതും ഇത് തന്നത് കൊണ്ടല്ല, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന. തോറ്റിട്ട് വന്ന് സാക്ഷ്യം പറയല്ലേ കേട്ടോ, പരാജയപ്പെട്ടിട്ട് വന്ന് സാക്ഷ്യം പറയട്ടെ, വഴിതെറ്റി പോയിട്ട് വന്നിട്ട് അങ്ങനാന്ന് പറയരുത്. തോറ്റു കഴിയുമ്പോ നിനക്ക് 100 എക്സ്ക്യൂസാ. ഇന്ന് പകൽ, ഇന്ന് രാത്രി തോക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നീ മുട്ടു മടക്കിയ ആലയത്തിലോട്ട് വരുമ്പം ഹന്നയുടെ മോനായിട്ടാ ശൗമേല് കയറുക. പക്ഷെ ഒരു അധ്യായം മറിച്ചപ്പം ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന പ്രവാചകനായ ശമൂവേലിന്റെ അമ്മയായി ഹന്ന മാറി. എത്ര പേർക്ക് മനസ്സിലായി? തലമുറ വരുമ്പോ മഹത്വം കുറയല്ല, തലമുറ വരുമ്പോ മഹത്വം കൂടണം. തലമുറ വരുമ്പോ 2 വണ്ടി കൂടുകയല്ല, തലമുറ വരുമ്പോ 10 ഏക്കർ കൂടുകയല്ല. അതൊക്കെ കൂടിക്കോട്ടെ, അതല്ല പ്രാധാന്യം. മഹത്വം വർദ്ധിക്കണം. ഞാൻ വഹിക്കുന്ന മഹത്വത്തെക്കാട്ടിൽ എന്റെ കുഞ്ഞുങ്ങൾ മഹത്വം വഹിക്കണം. പെന്തക്കോസ് എന്ന് പറഞ്ഞ അഭിനയമല്ല, പെന്തക്കോസ് എന്ന് പറഞ്ഞ അനുകരണമല്ല, പെന്തക്കോസ് എന്ന് പറഞ്ഞ ശക്തിയാ, പെന്തക്കോസ് എന്ന് പറഞ്ഞ ശക്തിയാ. കാറ് കിട്ടുന്നതും കാനഡയിൽ പോകുന്നതും. ഞാൻ ഇന്നാളൊരു അമ്മയോട് ചോദിച്ചു, വാലിന് തീ പിടിക്കാത്ത ഇവൻ അവിടെ പോയിട്ട് എന്താ ഗുണം? വാലിന് തീ പിടിക്കാത്തവനെ പ്രാർത്ഥിച്ച് എന്തിനാ വിടുന്നേ? അവിടെയും പോയി അവൻ ഉറങ്ങത്തേ ഉള്ളൂ. ഇവിടെ അമ്മയുള്ളത് കൊണ്ട് ആലയത്തിൽ വരുന്നു, അവിടെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അവൻ ആലയത്തിൽ പോമോ? അങ്ങനെയുള്ളവരെ പ്രാർത്ഥിച്ചു വിടാനല്ല കർത്താവ് എന്നെ അഭിഷേകം ചെയ്തത്. വാലിന് തീപിടിച്ചവർ പോകണം. ദൈവസഭയ്ക്കകത്ത് കത്തിക്കയറുന്ന തലമുറ രാജ്യങ്ങളിൽ പോകട്ടെന്നേ. അവര് പോകുന്നിടം കത്തിക്കും, അവര് പോകുന്നിടം കത്തിക്കും. അവിടെ ഒരു സഭയില്ലെങ്കിൽ അവര് സഭയായി മാറും, അവര് സഭയായി മാറും. ലൈഫ് ബ്ലെസ്സിംഗ് ചർച്ചിന്റെ യൂത്ത് വാലിന് തീപിടിച്ചവരായി ലോക രാജ്യങ്ങളിലേക്ക് പോകട്ടെ. നിയോഗമില്ലാത്തതൊന്നും പോകരുത്, ദൈവാത്മാവ് നടത്താത്തതൊന്നും പോകരുത്. ദൈവരാജ്യത്തിന് പ്രയോജനമില്ലാത്തവൻ എന്തിനാ പോകുന്നേ? എൻ്റെ കുഞ്ഞിനെ അഭിഷേകം ചെയ്യണമെന്നാ പ്രാർത്ഥിക്കണ്ടേ? എൻ്റെ കുഞ്ഞ് അന്യഭാഷ പറയണമെന്നാ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ കുഞ്ഞ് കൂടുതൽ സ്കൂളിലെ പഠിച്ചതിനെക്കാട്ടിൽ അവൻ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ടോ? അവൻ വചനം വായിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി നിന്റെ കുഞ്ഞിനകത്ത് അഭിഷേകമുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആരും എത്താത്തടുത്ത്, നിന്റെ ദേശത്ത് ആരും കാണാത്തടുത്ത് നിന്റെ തലമുറയെ അവൻ എത്തിക്കും. അത് ദൈവത്തിന്റെ നീതിയാ. ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, ഞാൻ പകല് പറഞ്ഞ ദൂതനോട് ചേർത്തൊന്ന് പറയട്ടെ. ഹന്നയെ തൊട്ടോണ്ട് പറയാ, വീട്ടിൽ ഇവള് പോർമുഖം എന്ത് ചെയ്തില്ല, തുറന്നില്ല. പകൽ എന്ന ദൈവമൊക്കെ അറിയാം. വീട്ടിൽ അവൾ പോർമുഖം തുറന്നില്ല. അവൾ ഇവിടോട്ട് പോയി ആലയത്തിലോട്ട് പോയി. ആലയത്തിൽ ചെന്നപ്പം സത്യം പറഞ്ഞാൽ ഏലിക്ക് ഞാൻ ചിന്തിക്കുന്നത് ഈഗോ അടിച്ചതാ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന പോലെ ആണ് ഒരു പുരോഹിതൻ വന്ന് നിൽക്കുന്നേ. ഒരു തിരുമേനി വന്നാൽ
ഒരാൾ ചോദിച്ചു എന്നോട് എഴുന്നേക്കുമോ? ഞാൻ പറയാം അതിനത് എഴുന്നേക്കുന്നതിന് എന്തുവാ? എഴുന്നേക്കണം. അദ്ദേഹത്തിൻ്റെ ആ വേഷവിധാനമൊക്കെ കാണുമ്പോൾ എന്തു ചെയ്യും? നമ്മൾ എഴുന്നേറ്റ് പോവും. അല്ല ഞങ്ങൾ ചോട്ടാ പാസ്റ്റർമാർ നിൽക്കുന്നവരാന്നോ? അങ്ങനെങ്കിൽ ഒരു തിരുമേനി പോലല്ല, ഒറ്റ മഹാപുരോഹിതനേ ഉള്ളൂ. പുരോഹിതൻ്റെ വസ്ത്രവും ദേഹത്തെ മണികട കിലുക്കവും ഇതൊന്നും ആര് കേട്ടില്ല? മിണ്ടുന്നില്ലല്ലോ. അന്യഭാഷ പറയാത്ത ഹന്ന കേട്ടില്ല. ഇതിപ്പോൾ അന്യഭാഷ പറയുമ്പോൾ ഇവിടെ കരിയിൽ അനങ്ങിയാൽ അറിയാം. ആ തല ഒന്ന് നോക്കി. എന്നോട് ദൈവം ചോദിച്ചു ഈ തലം നിനക്ക് പിടിക്കാനൊക്കെ പോകുമെന്ന്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. മഹാപുരോഹിതനായ ഏലി നേരെ മുന്നേ വന്ന് നിന്നിട്ട് ആരറിഞ്ഞില്ല? ഈ അടിക്കാതിരിക്കുമോ? ഇത് ഉപദേശമല്ല. ഇത്രയും പുരോഹിതൻ ആരവാരത്തോട് വരുമ്പോൾ ഇതൊന്നും ആര് കേൾക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന തലമല്ല കേട്ടോ. ആ ഡെപ്തിലൊന്ന് ചിന്തിച്ചേ. അങ്ങനൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു ശമുവേൽ മാത്രം പുറത്തു വന്നാൽ മതിയോ? ഏലി വന്ന് നോക്കുമ്പോഴും ചുണ്ടിങ്ങനെ ഇരുന്ന് വിറയ്ക്കുക, കാണുന്നില്ല. ഏയ് മച്ചാ, നിനക്ക് ഫോട്ടോസ് ഒന്ന് എടുത്തോട്ടെ. ഒരു യഥാർത്ഥ വെക്കേഷൻ പോകണോ എങ്കിൽ സൂപ്പിയിൽ ലൂഡോ കളിക്കൂ. സൂപ്പിയിൽ ലൂഡോ കളിച്ച് കോടിക്കണക്കിന് ക്യാഷ് പ്രൈസുകൾ കരസ്ഥമാക്കുക. Zupi.com നിന്ന് ഇപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, കളിക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് പോകൂ. ഈ ഗെയിമിൽ സാമ്പത്തിക അപകട സാധ്യത ഉൾപ്പെടുന്നു. ആസക്തി ഒഴിവാക്കാം, ഉത്തരവാദിത്തോടെ കളിക്കാം. രക്തത്താലെ ജയം. അങ്ങനൊരു മേഖല ദൈവസഭയുടെ മേൽ ദൈവം തുറക്കട്ടെ. വലിയ ദൈവത്തെ മാത്രം കണ്ടു, വലിയ പുരോഹിതനെ കണ്ടില്ല. വലിയ ദൈവത്തെ മാത്രം കണ്ടു. ആലയത്തിൽ വന്ന് ദൈവത്തിൻ്റെ മനോഹാരിത അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? ദാവീദ് പറയുക, ദൈവാലയത്തിൻ്റെ മനോഹാരിത അനുഭവിക്കണം, അവൻ്റെ സൗന്ദര്യത്തെ രുചിക്കണം. അതുമാത്രമേ എൻ്റെ കൊതി. ഇന്ന് രാത്രി എത്ര പേര് കൊതിക്കുന്നു ഈ ഉപവാസം അപ്പൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാനാ? അയ്യോ, വായി വരുന്നതെല്ലാം ആര് പറഞ്ഞു? സത്യം പറഞ്ഞ മനസ്സിന് പ്രയാസം വരുമ്പം, അല്ലെ ഇപ്പം ഉച്ചയ്ക്ക് വിശന്ന് വീട്ടിലോട്ട് കയറി വരുമ്പം കൂട്ടാൻ അരിയാനെ ഭാര്യ തുടങ്ങുന്നുണ്ടെങ്കിൽ ആർക്കും ദേഷ്യം വരാത്തവർക്ക് എന്തു ചെയ്യും? വരത്തില്ലേ? വരും. ഈ ഭയങ്കര മാനസിക വിഷമത്തിൽ നിൽക്കുമ്പം വായി വരുന്നതൊക്കെ ഏലി പറയുമ്പം ഉള്ളിലെങ്കിലും തിരിച്ചൊരു മറുപടി വരത്തില്ലേ? ഇല്ലയോ? വള്ളി. പക്ഷേ ഇവള് പറയാം, അയ്യോ യജമാനൻ. കേട്ടോ, വാക്കിൽ പോലും ഒരു പാപം എന്തു ചെയ്യുന്നില്ല. ഞാനപ്പോൾ ആത്മകണ്ണി കണ്ടപ്പം ദൈവം അവിടെ അങ്ങ് എഴുന്നേറ്റു. പൗരോഹിത്യം അങ്ങ് കീറി. പൗരോഹിത്യം അങ്ങ് കയറി. ലേവ്യ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം മാറ്റാനൊക്കാത്തതാ. പക്ഷേ ദൈവം പറഞ്ഞു ഇവിടെ വരെ മതി. ഇനി ഇവിടെ മകൻ വരും, ഇനി ഇവളുടെ മകൻ വരും, ഇനി ഇവളുടെ മകൻ വരും, നിന്റെ മോൻ വരണ്ട. സ്വർഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാനീ പറയുന്നേ. ഇവിടെ ഇങ്ങനൊരു മറുപടി വന്നപ്പം സ്തോത്രം, ചിലടത്തൊക്കെ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പം സ്വർഗം ചിലതൊക്കെ പറയുന്നുണ്ട്. ഇന്ന് രാത്രി നിശബ്ദമായി പ്രതികരിക്കുമ്പോൾ, സൗമ്യമായി മറുപടി പറയുമ്പോൾ നിങ്ങൾ ആത്മകണ്ണി കാണണം. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്. നിങ്ങൾ മിണ്ടിയ ദൈവം മിണ്ടത്തില്ല, നിങ്ങൾ എഴുന്നേറ്റ ദൈവം എഴുന്നേക്കത്തില്ല. നിശബ്ദമായ ഒരു തലമുറ നിൽക്കാമെങ്കിൽ, നിശബ്ദമായ ഒരു ദൈവസഭ നിൽക്കാമെങ്കിൽ അവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ഇന്ന് രാത്രി ചിലതൊക്കെ ദൈവം കീറുന്നുണ്ട് കേട്ടോ. ചിലതൊക്കെ കീറി മാറ്റിയിട്ട് ചിലതൊക്കെ നിന്റെ പേരിൽ എഴുതാൻ പോവാ. ഒരു പ്രശംസ പറയാനില്ലാത്ത, ഒരു പുകഴ്ച പറയാനില്ലാത്ത എഫ്രീം മലകളുടെ നാടില് ഒരു മലമണ്ട താമസിച്ചോട മോള് ദാൻ മുതൽ ബേർശേവ വരെ അതിൻ്റെ അകത്തൊരു വലിയ ഗുണമുണ്ട് കേട്ടോ. ഇങ്ങനൊരു പ്രാർത്ഥനാതലം ഹന്നയ്ക്ക് വെളിപ്പെട്ടതുകൊണ്ട് എന്തോ പറ്റി? ഹന്നയുടെ മുമ്പിൽ ദൈവം ഒരു തവണയിലും വന്നോ?
ഇല്ല. പക്ഷെ പ്രാർത്ഥിക്കാത്ത ശമൂവേലിന്റെ മുമ്പിൽ ആര് വന്നു? ഓ, കണ്ടോ? ദൈവം നീതിയില്ലാത്തവനാണോ? ദൈവം നീതിയില്ലാത്തവനാണോ? ഹന്ന അത്രയും കരഞ്ഞപ്പം എട്ടും പൊട്ടും അറിയാത്ത കുഞ്ഞിന്റെ മുമ്പിൽ ആര് വന്നു? ഇന്ന് രാത്രി വിശ്വസിക്ക, നീ കണ്ണുനീരൊഴുക്കുമ്പോ നീ ചിന്തിക്കുന്ന പോലെ ഒരു അനുഭവം നിനക്കുണ്ടായില്ലെങ്കിലും ദൈവം നീതിയില്ലാത്തവനല്ല. നിന്റെ തലമുറയെ അവൻ പേര് ചൊല്ലി വിളിക്കും. നിന്റെ കുഞ്ഞിനെ അവൻ പേര് ചൊല്ലി വിളിക്കും. നിന്റെ മോനെ അവൻ പേര് ചൊല്ലി വിളിക്കും. നിന്റെ മോളെ അവൻ പേര് ചൊല്ലി വിളിക്കും. പരസഹായമില്ലാതെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കിടന്നവനെ ചെന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവനെ കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, നിന്റെ വിഷയം എത്ര ദൂരത്താണെങ്കിലും ദൈവത്തിന്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുക. കർത്താവ് ചില ദൂതന്മാരെ അയച്ചുകൊണ്ടിരിക്കുക. ചില കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് ഈ ഉപവാസ പ്രാർത്ഥന ഒരു വിടുതല. ഈ 10-ാം ദിവസം ഒരു വിടുതല. തലമുറകളോടുള്ള ബന്ധത്തിൽ, നിന്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തില് ഈ ഉപവാസം ഒരു വിടുതല. പിടിച്ചു കയറിയട്ടെ. ഡിവൈൻ വിഷൻസ് ഓപ്പൺ ആകട്ടെ. ഓ റിബ ലഗസി അത്തര ഡിവൈൻ അതോറിറ്റി ഓപ്പൺ ആകട്ടെ. ഇതിനകത്തിരിക്കുന്നവർ ഏഞ്ചൽസിനെ കാണട്ടെ. ഇതിനകത്തിരിക്കുന്നവർ ദൈവ സാന്നിധ്യത്തെ ഹെവി ആയിട്ട് അനുഭവിക്കട്ടെ. ഉടബ പിടിച്ചു നിർത്താൻ കഴിയാത്തതുപോലെ ആത്മമണ്ഡല കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കന്മാരുടെ മേൽ വരെ വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ഹഡബാല സതാര ജാര താര 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 ഹഡബ സദര ജാര താര 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 ഉഡബ സന്ദര ജരാതിയ തര ജരാതിയ ഹഡമ ശംഭര തരാതിയ ലഗസിയ തര ബൗഡ അത്ത ചരാതിയ രഹസിയ തര. ഒന്നുകൂടെ കടത്തി ഒരു അനുഭവം കൂടെ പറഞ്ഞ, യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസിനൊരു കൊതി. നമ്മുടെ വാക്കി പറഞ്ഞ ഒരു കൊതി. എനിക്കും എന്ത് ചെയ്യണം? അത് അത്യാവശ്യ കാര്യമാണോ? അല്ല. എന്നാൽ അതുപോലും ആര് സാധിപ്പിച്ചു? ഓ, അപ്പം ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ നിന്റെ ഭർത്താവ് നെഗറ്റീവ് പറഞ്ഞാലും, നിന്റെ ഭാര്യ നെഗറ്റീവ് പറഞ്ഞാലും, നിന്റെ അപ്പനും അമ്മയും നെഗറ്റീവ് പറഞ്ഞാലും, നീ പറ എനിക്കൊരു അപ്പനുണ്ടെന്ന് പറ. എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ ഓ ഷബാനഹസിയത്തര ചില ബ്ലെസ്സിങ് ഇറങ്ങട്ടെ. ചില മെറ്റീരിയൽ ബ്ലെസ്സിങ് ദൈവമക്കളുടെ മേൽ ഇറങ്ങട്ടെ. ചില നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന ചില മണ്ഡലത്തോ വാഹനങ്ങളുടെ അനുഗ്രഹം ദൈവം എന്നെ കാണിക്കുന്നു. വാഹനങ്ങളുടെ അനുഗ്രഹം എന്നെ ദൈവം കാണിക്കുന്നു. ഈ ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും വാഹനങ്ങൾ കൈകാര്യം ചെയ്യാൻ പോവാ. ഓ, നിങ്ങളുടെ മേലൊരു വാഹനത്തിന്റെ അഭിഷേകം. പകല് ഞാൻ ഓർപ്പിച്ചതുപോലെ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ, കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ. ഇന്നു രാത്രി എബിപ്പാസ് എന്തുവാ പ്രസംഗിക്കുന്നതെന്ന് ചില സമയത്തെ ഞാൻ തന്നെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ദൈവമേ ഇതൊക്കെ പറയണോ? ഞാൻ പാരമ്പര്യ സഭയിൽ ഇച്ചിരി നാൾ മുമ്പ് വന്നപ്പം എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പറയാ മിറക്കിൾ മണിയെക്കുറിച്ച് പറയാൻ. IPCയിലെ പാസ്സെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. ഞാൻ IPCയിലെ പാസ്സായിട്ടാണ് ചെന്നത്. ഞാൻ ഇപ്പോഴും IPCയിലെ പാസ് തന്നെ. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ രഞ്ജിത്ത് പാസ്റ്റർ മിറക്കിൾ മണി. എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇത് പറയാൻ പറ. ഞാൻ ഒതുക്കി. പിന്നെ സാന്നിധ്യം ചലിക്കുന്നില്ല. ഞാനങ്ങോട്ട് അതാ ഈ കർത്താവ് പറയാൻ പറഞ്ഞത് വിഴുങ്ങിയാൽ പിന്നെ എന്ത് ചെയ്തില്ല. ഞാൻ ഇന്ന് യുദ്ധം ചെയ്യുക. എനിക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തുമില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ ജഡത്തിൽ എനിക്ക് ദൈവ സാന്നിധ്യം പോയാൽ പിന്നെ ഒന്നും ഒക്കത്തില്ല. ഞാൻ അവിടെ കൊണ്ട് നിൽക്കും. ഞാൻ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞു. ദൈവം എന്നോട് പറയുന്നു മിറക്കിൾ മണി. മിറക്കിൾ മണി ആരുടെയൊക്കെയോ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാൻ. അത്രേ പറഞ്ഞോളൂ. അത്രേ പറയാൻ ഒക്കത്തുള്ളൂ. കാരണം ചിലപ്പോൾ അവിടെ ഇരിക്കണമെന്ന് പറയുന്ന അനുഭവം ചിലപ്പോൾ എന്ത് ചെയ്യും?
ഉണ്ടാവും. എന്നാലും അത് പറഞ്ഞു ദൈവമക്കളെ. ഞാൻ എന്നിട്ട് പാസ് കേട്ടോ കേട്ടില്ലോ എനിക്കറിയത്തില്ല, നല്ല കൈമടക്കം തന്നെ എന്നെ വിട്ടു. എനിക്ക് സന്തോഷമായി. കാരണം ഊരി പോന്നല്ലോ. എനിക്ക് യുദ്ധം ചെയ്ത് നിൽക്കാനുള്ള കഴിവില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യം എന്തില്ല ഇല്ല. ഇച്ചിരി ദിവസം കഴിഞ്ഞപ്പോൾ ഈ കോട്ടയത്ത് നിന്ന് തന്നെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. പാസ്റ്ററെ, അന്നത്തെ ആ ദൂതുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ഏത് ദൂതാ? മിറക്കിൾ മണി പറഞ്ഞത് എന്നോടായിരുന്നു. എനിക്കൊരു എക്സാം എഴുതാൻ വേണ്ടി ഇത്ര രൂപ വേണം. മുമ്പേ തോറ്റത് കൊണ്ട് ഭർത്താവ് ഇനിയും തരത്തില്ല. ഞാൻ അത് ചോദിച്ചാ ചെന്നത്. അതെൻ്റെ അക്കൗണ്ടിൽ വന്നു. അതിൻ്റെ ദശാംശം പാസ്റ്റർക്ക് ഇരിക്കട്ടെ. ഈ പാസ്റ്റർ തന്നതിനെക്കാട്ടി വലിയ കവറ്. ഞാൻ ഓർത്തു, ദൈവമേ, ഇതായിരുന്നു ഞാൻ 2-3 തവണ പറഞ്ഞേനെ. അയ്യോ, ചിലതൊക്കെ പറയാത്തത് കൊണ്ട് അവിശ്വാ മനസ്സിലാകുന്നു. ഈ ദൈവം പറഞ്ഞത് വിമർശിക്കുന്നവരൊക്കെ വിമർശിക്കും. അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഇന്ന് രാത്രി വാഹനത്തിൻ്റെ ബ്ലെസ്സിങ് ആ റിലം ദൈവം തുറന്നേക്കുക. ആ റിലം ദൈവം തുറന്നേക്കുക. ആ മണ്ഡലത്തെ ദൈവം തുറന്നേക്കുക. ഈ ദൈവസഭയുടെ മേൽ ആ മേഖലയെ ദൈവം ഓപ്പൺ ആക്കിയിരിക്കുക. അടമനബലവ ശംബരാധരാദിയ അധന ജനാദര ഘടകസിയാത്തര വൗഡബാല ആതര ജരഘടകസിയാത്തര വൗഡബാലവ ഓ ശതനവ സന്ദര ജരാത്തിയാക അടക തുരികതര ജിരികതര വൗഡബാലകസിയ ആമേൻ ആമേൻ ആമേൻ. ഈ വർഷം ഞാൻ ഇത് ഒരു സഭയ്ക്കും കൈമാറിയിട്ടില്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പോലും ഈ വാഹനത്തിൻ്റെ അനുഗ്രഹം ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി കർത്താവ് എന്നെ അത് ഓപ്പൺ ആക്കിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവം അതെന്നെ ഓപ്പൺ ആക്കിക്കുന്നുണ്ടെങ്കിൽ, ആ റിലത്തെ ഓപ്പൺ ആക്കിക്കുന്നുണ്ടെങ്കിൽ, അസാധാരണമായത് സംഭവിക്കുക. ഈ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ ഈ വല്ലാത്ത പ്രോസ്പിരിറ്റി അല്ല, എങ്ങനെ നടന്നാൽ അനുഗ്രഹിക്കപ്പെടും അതല്ല. ഈ പ്രോസ്പിരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഒരു വശം തന്നെയാണ്. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ അബ്രഹാം ഇച്ചിരി കഴിഞ്ഞപ്പോൾ ദേശത്തിന് അവരെ എന്ത് ചെയ്യാകത്തില്ല, ദേശത്തിന് അവരെ വഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ എന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്ററെ, അബ്രഹാം കൂടാരത്തിലല്ലയോ താമസിച്ചേ? ഞാൻ പറഞ്ഞു, സത്യ. പക്ഷേ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുണ്ടായിരുന്നു. അച്ഛൻ്റെ മോൻ്റെ കല്യാണം ഒറ്റത്തവണ നടത്തിയുള്ളൂ. പക്ഷെ ഫുഡ് തികഞ്ഞില്ല. ഒറ്റത്തവണ നടത്തിയപ്പം ഫുഡ് എന്ത് ചെയ്തില്ല. അബ്രഹാമിൻ്റെ കുടുംബത്തിൽ 318 അഭ്യാസികൾക്ക് ഭാര്യമാർ കാണത്തില്ലേ, അവർക്ക് പിള്ളേർ കാണത്തില്ലേ, അവർക്ക് ഒറ്റ നേരമാണോ? ആരും മിണ്ടുന്നില്ല. അപ്പോൾ അബ്രഹാമിനെ ഒന്ന് കൗണ്ട് ചെയ്യാൻ ഒക്കുമോ? ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്തി വർഷത്തിൽ ഒരു 100 പേർക്ക് ആഹാരം കൊടുക്കണേ പ്രയാസ. അപ്പോൾ ഒരു ദിവസം എത്ര പ്ലേറ്റ് ആഹാരമാ ഭവനത്തിൽ വിളമ്പിയേ? നമ്മൾ ചിന്തിക്കുന്ന 10,000-ന്റെ കണക്കല്ല. ബൈബിള് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ബൈബിള് ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിക്കണം. അപ്പം കൂടാരമെന്ന് പറഞ്ഞതോ അത് അവൻ്റെ മനോഭാവമാ. ഇതൊക്കെയാണല്ലോ ഇത് അഴിയുന്നതാ. എബിപ്പാസ്റ്റർക്ക് ഫോർച്യൂണർ ദൈവം കൊടുത്താലും വിളിക്കുമ്പോൾ ഇട്ടേച്ച് പോയേ ഒക്കത്തുള്ളൂ.
ആ വെൽഫെയറെ വന്നെന്ന് പറഞ്ഞാലും ഇട്ടേ ചെന്തീതേ ഒക്കത്തുള്ളൂ. മനോഭാവം കാണുന്നോ? ആ ദൂതൊന്ന് കത്തണം. ആ ദൂതൊന്ന് ശരിക്ക് കത്തിയൊക്കത്തുള്ളൂ. എവിടൊക്കെയോ ഏതൊക്കെയോ ഉപദേശങ്ങൾ നിങ്ങളെ കുരുക്കിയിട്ടുണ്ട്. ദൈവം തരാത്ത കഷ്ടത നിങ്ങൾക്ക് വേണ്ടാന്നേ. ദൈവം വെച്ചേക്കാത്ത ദാരിദ്ര്യം വേണ്ടാന്നേ. ദൈവം വെക്കാത്ത ലിമിറ്റേഷൻ വേണ്ടാന്നേ. ദൈവം ആഗ്രഹിക്കാത്ത രോഗം വേണ്ടാന്നേ. ദൈവം ആഗ്രഹിക്കാത്ത കടഭാരം വേണ്ടാന്നേ. ആ ആ ആ